Okay, so thank you so much. And നല്ലൊരു കൈയടി കൊടുക്കാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് for this beautiful girls. എവിടെ കൈയടി പോരട്ടെ? Yes. So finally, the most awaited moment is here. നമ്മൾ ഇത്രയും സമയം ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ന്യൂലി വെഡ്സ് നമ്മളോടൊപ്പം സ്റ്റേജിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. So can we have a big round of applause please? നല്ലൊരു കൈയടി ആദ്യമേ തന്നെ കൊടുക്കാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് for this beautiful newly weds. And first of all, രണ്ടുപേർക്കും ഒരു കൺഗ്രാറ്റ്സ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. Congratulations, Mayfo. And the beautiful bride, അല്ലേ, ജിസ് മരിയ. So looking very beautiful together. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് കാണാനായിട്ട് നല്ല രസമുണ്ട്. യെസ്, ആൻഡ് ഇവർ രണ്ടുപേരെയും നമുക്ക് എല്ലാവർക്കും സുപരിചിതരാണെങ്കിലും ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു ഇൻട്രൊഡ്യൂസ് ദം ഇൻ ഫോർമൽ. ഇവരൊന്ന് ഒഫീഷ്യലായിട്ട് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. So starting with the groom, Mr. Mayfo Lonachin is a motorcycle service engineer at Melbourne, Australia. And about the beautiful bride, Mrs. Jismaria Gigi completed her BSc nursing and working as a registered nurse in Sharjah, UAE. And this is all about them. And I'm so happy to introduce them for the very first time as husband and wife. Evada kaiyidi porade, come on. Yes. And ഒരുപാട് നാൾ കാത്തിരുന്ന ആ ഒരു ബിഗ് ഡേ സെലിബ്രേഷൻ അല്ലേ. സോ നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, കസിൻസ് എല്ലാവരും എത്തിയിട്ടുണ്ട്. സോ അവരോട് ഈ ഒരു മൂമെൻറ്റിൽ 2 വാക്ക് സംസാരിക്കാനുള്ള സമയമാണ്. സോ മൈഫോ, നമുക്ക് തുടങ്ങിയാലോ? യെസ്. ഓക്കെ, ആദ്യം തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും വെൽക്കം. പിന്നെ ഞങ്ങളുടെ കല്യാണം ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് കല്യാണം ഉറപ്പിച്ചതിന് ശേഷമാണ്. കഴിഞ്ഞ ജനുവരി 3-ാം തീയതിയാണ് ഞങ്ങൾ പരസ്പരം കാണുന്നത്. അതിന് മുമ്പേ 1 മാസം മുമ്പേ കല്യാണം ഉറപ്പിച്ചിരുന്നു. അപ്പോൾ അത് തന്നെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമായിരുന്നു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എല്ലാവരും പറഞ്ഞു കേട്ടത് തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ? ഞാൻ വിചാരിച്ചു അവിടെ തൊട്ടുള്ളൊരു വലിയ സ്റ്റോറി ആയിരിക്കും പറയാൻ തുടങ്ങുന്നതെന്ന്, പക്ഷെ പെട്ടെന്നൊരു ഫുൾ സ്റ്റോപ്പായി. അത്രയേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ജിസ്മരിയ ബീങ് ഹിസ് വൈഫ്, എന്താണ് ഈ ഒരു മൂമെൻറ്റിൽ ഫീൽ ചെയ്യുന്നത്? ആൻഡ് വന്നവരോടൊക്കെ ഒരു താങ്ക്സും കൂടെ പറയാനുള്ള സമയമാണ്. സോ റെഡിയാണോ? റെഡി. ഒരു 2 വാക്ക്. First of all, thank you God. Then I'm be happy very. ഓക്കെ, സോ സൗണ്ട് അധികം പേരൊന്നും കേട്ടിട്ടുണ്ടാവില്ല, ബട്ട് സ്റ്റിൽ 2 പേർക്കും നല്ലൊരു കൈയടി കൊടുക്കാം എന്തായാലും. ഇന്നത്തെ ദിവസം ഇവർക്ക് ഏറ്റവും ലാവിഷായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് കൈയടി. അപ്പോൾ അതിലാരും പിശുക്കൊന്നും വിചാരിക്കേണ്ട, നല്ല ലാവിഷായിട്ട് തന്നെ കൈയടി പോന്നോട്ടെ. ഓക്കെ ആണോ? ഡേ 4. യെസ്. സോ ഇനി നമ്മൾ ഒട്ടും വൈകാതെ 2 പേരുടെയും ഫാമിലീസിനെ കൂടെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. വിതൗട്ട് ദം ദ സ്റ്റേജ് ഇസ് ഇൻകംപ്ലീറ്റ് അല്ലേ? യെസ്. So starting with the groom's family, father Mr. Lonachin Ambukan is the managing director of Lamdar Automobiles, motorcycle related business, and mother Mrs. Annie Lonachin doing beauty parlor and fashion designing. So നല്ലൊരു കൈയടിയോട് കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് Mr. and Mrs. Lonachin onto the stage. Welcome Jismaria's parents. Father Mr. Jijimon is working in Kela Chandra Group of Company, and mother Mrs. Daisy Jijimon is a lovely homemaker. So നല്ലൊരു കൈയടിയോട് കൂടെ 2 പേരെയും സ്വാഗതം ചെയ്യുകയാണ് Mr. and Mrs. Jijimon onto the stage. Time to welcome the siblings. ഇനി 2 പേരുടെയും സിബ്ലിങ്സിന്റെ എൻട്രിക്കുള്ള സമയമാണ്. So Mayfo is blessed with a brother and a sister. So let me welcome the brother first, Mr. Mayfo Lonachin, doing Lamdar Automobiles motorcycle workshop and spare parts business. So നല്ലൊരു കൈയടിയോട് കൂടെ Mayfoനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ 2 ചേട്ടന്മാർക്കും കൂടി ഒരു കുഞ്ഞു പെങ്ങളാണുള്ളത് അല്ലേ. സോ ആള് ചില്ലറ പുള്ളിയൊന്നും അല്ല. എന്നോട് പറഞ്ഞത് ഫസ്റ്റ് റണ്ണറും ഇഗ്നൈറ്റ് ഫാഷൻ ഷോ 2024 ഫസ്റ്റ് റണ്ണറപ്പും കൂടിയാണ്. സോ ദ ബ്യൂട്ടിഫുൾ വൺ ആൻഡ് ഓൺലി സിസ്റ്റർ മിസ് ഏഞ്ചൽ റോസ്, ഷീ ഈസ് സ്റ്റഡിയിങ് ഇൻ ഹർ 10th grade. സോ നല്ലൊരു കൈയടിയോട് കൂടെ ഏഞ്ചലിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
also blessed with a brother, Mr. Jins Tom Gigi. He's a third year BSc nursing student. So നല്ലൊരു കൈയടിയോട് കൂടെ let's welcome Mr. Jins onto the stage, please. And now the stage is complete. ഇനി ഒരു ഫുൾ ഫാമിലി പിക്ചർ എടുക്കാനുള്ള സമയമാണ്. സോ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് നിന്നോളൂ. നല്ലൊരു ചിരിയോട് കൂടെ പോസ് ചെയ്യാം. ലെറ്റ്സ് ടേക്ക് എ ബ്യൂട്ടിഫുൾ ഫാമിലി പിക്ചർ. So thank you so much, and now we are moving on to the official ceremonies. നമ്മൾ official ceremoniesലേക്ക് കടക്കുകയാണ്. So first we have the candle lighting ceremony. So requesting everyone along with the newlyweds to kindly step forward to the candle. Candle അടുത്തേക്ക് ചേർന്ന് നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. So Dayfor and Jismaria, please step forward. And now രണ്ടുപേരും ചേർന്ന് ആദ്യത്തെ സെന്ററിലുള്ള തിരിയാണ് തെളിയിക്കുന്നത്. സോ Dayfor ആൻഡ് Jismaria രണ്ടുപേരും സെന്ററിലുള്ള തിരി തെളിയിക്കുന്നു. അതിനുശേഷം ഇരുവശങ്ങളിലുള്ള തിരികൾ രണ്ടുപേരുടെയും ഫാമിലീസ് ഒരുമിച്ചായിരിക്കും തെളിയിക്കുന്നത്. സോ Dayfor ആൻഡ് Jismaria, പ്ലീസ് ഗോ ഓൺ. ആൻഡ് നിങ്ങളുടെ പ്രേയേഴ്സ് ആൻഡ് ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കയ്യടിയുടെ രൂപത്തിൽ ഈ സമയത്ത് ഇവരെ അറിയിക്കാവുന്നതാണ്. ആൻഡ് മേ ഗോഡ് ഷവർ ഓൾ ഹിസ് ബ്ലെസ്സിങ്സ് ഓൺ യു. Now Dayforന്റെ ഫാമിലിയാണ് ഒരുമിച്ച് തിരി തെളിയിക്കുന്നത്. So Mayfor and family ഒരുമിച്ച് തിരി തെളിയിക്കുന്നു. And now Jismaria and family. We are done with the candle lighting ceremony. Now moving on for the cake cutting ceremony, and that's the sweetest ceremony of the day. So once again I request everyone to kindly step forward to the cake. So ഒരിക്കൽ കൂടെ Mayfor and Jismaria രണ്ടുപേരും കേക്കിനടുത്തേക്ക് ചേർന്ന് നിന്നോളൂ. Okay, so now Mayfor and Jismaria, as husband and wife, നിങ്ങളുടെ ഫസ്റ്റ് കേക്ക് കട്ടിംഗ് സെറമണി ആണ്. സോ Jismaria റെഡി ആണോ? റെഡി. സോ രണ്ടുപേരും നൈഫ് ചേർത്ത് പിടിച്ചോളൂ. ആൻഡ് നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് കൗണ്ട് ഡൗൺ ചെയ്യാൻ പോവാണ്. സോ എവിടെ ഗ്രൂംസ്മെൻ എവിടെ? റെഡി ആണോ? റെഡി. സോ ഹിയർ വി ഗോ. 3 പോരട്ടെ? 2 1 and go. Congratulations Mayfor and Jismaria. We wish you a very happy married life together. And നല്ലൊരു കൈയ്യടിയും കൂടെ നിങ്ങളുടെ സൈഡിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യാണ് for this beautiful moment happening on stage.
cutting ceremony. Now requesting everyone to kindly step back and maintain the positions. തിരികെ സ്ഥലങ്ങളിലേക്ക് നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. And we are moving on to the wine toasting ceremony. So ഇനി നമ്മൾ wine toasting ceremonyയിലേക്കാണ് കടക്കുന്നത്. So രണ്ടുപേർക്കും വൈൻ ഗ്ലാസസ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് രണ്ടുപേരുടെയും ബ്രദേഴ്സ് ആണ്. സോ ബ്രദേഴ്സിനെ ഞാൻ അതിനായിട്ട് വെൽക്കം ചെയ്യുന്നു. സോ ഫാമിലി മെമ്പേഴ്സ് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് നിന്നോളൂ. സോ മേഫർ ആൻഡ് ജിസ്മരിയ പ്ലീസ് സ്റ്റെപ്പ് ഫോർവേഡ്. കുറച്ച് ഫ്രണ്ടിലേക്ക് കയറി നിന്നോളൂ. യെസ്. ആൻറ്റിനി, സിബ്ലിങ്സിന് ഒരു ചെറിയ ഡ്യൂട്ടി ഉണ്ട്. നിങ്ങളുടെ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്ററിനെ പറ്റി ആലോചിക്കുന്ന സമയത്ത് ഫസ്റ്റ് വരുന്ന ഒരു മെമ്മറി എന്താണെന്ന് ഷെയർ ചെയ്തിട്ട് വേണം ആ ഒരു വൈൻ ഗ്ലാസ് നല്ലൊരു ചിയേഴ്സ് ഒക്കെ പറഞ്ഞൊരു ഹാപ്പി മാരീഡ് ലൈഫൊക്കെ വിഷ് ചെയ്ത് ബ്രദറിനും സിസ്റ്ററിനും കൈമാറാനായിട്ട്. സോ റെഡിയാണോ? ഒരു 2 വാക്കിൽ എന്താണ് ഫസ്റ്റ് വരുന്നത്? ചേട്ടനെ പറ്റി ആലോചിക്കുമ്പോൾ വരുന്ന ഒരു ഫസ്റ്റ് മെമ്മറി. ഡേഫർ റെഡിയാണോ? റെഡി. മെമ്മറികൾ പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇപ്പം ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരന് ഇത്രയും പ്രായമായി, ഞങ്ങൾക്കും ഇത്രയും പ്രായമായി, ഞങ്ങൾക്കിതേ ഒരു അനിയത്തിയുണ്ട്. പക്ഷേ ഇത്ര ആയാലും പുള്ളിക്കാരൻ ഞങ്ങളെ കാണുന്നത് ഇപ്പോഴും ആ ഒരു ചെറിയ പിള്ളേരെ പോലെ തന്നെ അതേപോലെ തന്നെ കൊഞ്ചിച്ച് അങ്ങനെ കൊണ്ടു നടക്കണേ. അപ്പം ഇത്രയും സ്നേഹമുള്ള ഒരു ചേട്ടനെ കിട്ടിയതിൽ സന്തോഷമുണ്ട്. ഇനി ഇങ്ങനെയൊക്കെ എൻ്റെ നിന്ന് കേൾക്കുന്നത് വല്ലപ്പോഴും ആദ്യമായിട്ടായിരിക്കും മിക്കവാറും കേൾക്കാൻ കിട്ടിയത് ഭാഗ്യം. അപ്പം ഓക്കെ. അപ്പോൾ മേഫർ ഇതുപോലൊരു അവസരം ഉണ്ടാക്കി തന്നതിന് എനിക്ക് ട്രീറ്റ് ചെയ്യണം. അനിയൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും നല്ല വാക്കുകൾ കേട്ടില്ലേ? ഭക്ഷണം കഴിച്ചിട്ട് പോവാല്ലേ? ഓക്കെ. സോ ഇനി ജിൻസ്, എന്താണ് ചേച്ചിയെ പറ്റി ആലോചിക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന ഒരു മെമ്മറി? ഒരു ചേച്ചി എന്നുപരി ഷീസ് മൈ സെക്കൻഡ് മദർ. അതുപോലെയാണ് എന്നെ നന്നായിട്ട് കെയർ ചെയ്യും, എന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യും, ആവശ്യത്തിൽ കൂടുതൽ വഴക്കും പറയും. എങ്ങനെ ചേച്ചി ഒരു സ്ട്രിക്റ്റ് ചേച്ചിയാണോ? ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. സോ ഡേഫർ ആൻഡ് ഏഞ്ചൽ നല്ല സ്ട്രിക്റ്റ് ചേച്ചീനെയാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാം മാറ്റിയെടുക്കും. ഓക്കെ. അപ്പം എന്തായാലും ഇനി നമുക്ക് ഒരാളും കൂടി ഉണ്ടല്ലേ മെമ്മറി ഷെയർ ചെയ്യാനായിട്ട്. ഇതാ 2 പേരുടെ കുഞ്ഞു പെങ്ങളവിടെ മാറി നിൽക്കുകയാണ്. ഫ്രണ്ടിലേക്ക് വരൂ. ആൻഡ് 2 ചേട്ടന്മാരാണ്. അതിൽ മൂത്ത ചേട്ടൻ എന്താ ചേട്ടൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഡേ ആണെന്ന്. സോ ഈ ഒരു മൊമെൻറ്റിൽ എന്താ ചേട്ടനുമായിട്ടൊരു മെമ്മറി ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ? മെമ്മറി ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ നടത്തി തരാറുണ്ട്. രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. പിന്നെന്താ, കുറേ സ്നേഹം വാരിക്കോരി തരും. അപ്പോൾ 2 ചേട്ടന്മാരും വാരിക്കോരി സ്നേഹിച്ചിട്ടുള്ളൊരു കുഞ്ഞു പെങ്ങളാണ്. ഓക്കെ. എന്തായാലും നിങ്ങൾ തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? 16 ഇയേഴ്സ്. ഓക്കെ. സോ 16 വയസ്സിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഒരു ആദ്യത്തെ മോളെ പോലെ തന്നെ ആയിരിക്കും നോക്കിയിട്ടുണ്ടാവുക. യെസ്. എനിവേ ഇനി 2 പേരും വൈൻ ഗ്ലാസ് നമ്മുടെ ന്യൂലി വെറ്റ്സിന് ഷെയർ ചെയ്യാനുള്ള സമയമാണ്. സോ നല്ലൊരു ചിയേഴ്സ് ഒക്കെ പറഞ്ഞ് കൈകളിലേക്ക് കൊടുത്തോളൂ. ഗോ ഓൺ. ആൻഡ് ഇനി മേഫർ ആൻഡ് ജിസ്മരിയ നല്ലൊരു ചിയേഴ്സ് ഒക്കെ പറഞ്ഞ് നിങ്ങളുടെ ലൈഫ് തുടങ്ങാനുള്ള ഒരു സമയമാണ്. സോ നമുക്ക് ഗ്ലാസ് പൊട്ടാതെ നല്ലൊരു ചിയേഴ്സ് കേൾക്കണം. അതിനുവേണ്ടി 2 പേര് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് കയറി നിന്നോളൂ. യെസ്. ആൻഡ് ഇനി ഗ്ലാസ് പൊട്ടരുത്, പക്ഷെ ചിയേഴ്സ് നല്ല സ്വരത്തിൽ കേൾക്കണം. ജിസ്മരിയ സ്റ്റാർട്ടിങ്ങിൽ മൈക്കിൽ പറഞ്ഞത് ആരും കേട്ടിട്ടില്ല, പക്ഷെ ചിയേഴ്സ് നമുക്ക് എല്ലാവർക്കും കേൾക്കണം. റെഡിയാണോ 2 പേരും? റെഡി. മേഫർ റെഡി? റെഡി. സോ പ്ലീസ് ഗോ ഓൺ. കേട്ടോ? ചിയേഴ്സ് കേട്ടോ? സൗണ്ടേ കേട്ടോളൂ. ചിയേഴ്സ് പറഞ്ഞത് കേട്ടില്ല അല്ലേ? ഗ്ലാസ് പതുക്കെ മുട്ടിച്ചാൽ മതി. ചിയേഴ്സ് ഉറക്കെ പറഞ്ഞോ. കമാൺ. കേട്ടോ? ഇല്ല, അവർ കേൾക്കില്ല അല്ലേ? ഒന്നും കൂടെ നമുക്കൊരു ചാൻസ് കൊടുക്കാം. മൈക്ക് വെച്ചിട്ട് കൊടുക്കാം. ഇനി നല്ലൊരു ചിയേഴ്സ് പറഞ്ഞോ. മൈക്കും കൂടെ വെക്കുകയാണ്. കേട്ടാൽ മാത്രമേ അവർ കൈയടിക്കുള്ളൂ. കൈയടിച്ചാൽ മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. മേഫർ റെഡിയാണോ? റെഡി. സോ നല്ല ഉറക്കെ പറയണം. കേട്ടോ? എങ്കിൽ നല്ലൊരു കൈയടി പോരട്ടെ. കം ഓൺ. ആൻഡ് നൗ യു ക്യാൻ ഷെയർ ഈച്ച് അദർ. 2 പേരും പരസ്പരം വൈൻ ഷെയർ ചെയ്യുകയാണ്. നല്ലൊരു കൈയടി കൂടെ കൊടുക്കാം.
സോ മേഫർ ഗ്ലാസ് ഫിനിഷ് ചെയ്യണോ? വേണ്ട. ജിസ് ഗ്ലാസ് ഫിനിഷ് ചെയ്യണോ? വേണ്ട. സോ നൗ നമ്മുടെ സ്റ്റേജിലെ ഒഫീഷ്യൽ സെറമണീസ് എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, സോ ഇനി നമ്മൾ ഫാമിലി ഫോട്ടോ സെഷനിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറമണിയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. സോ മേഫർ ജിസ്മരിയന് കുങ്കുമം അണിയിക്കാനുള്ള സമയമാണ്. സോ മേഫറിന് കുങ്കുമം നൽകുന്നത് മേഫറിൻ്റെ മമ്മിയാണ്. സോ പ്ലീസ് സ്റ്റെപ്പ് ഫോർവേഡ്. So now നല്ലൊരു കൈയടി കൊടുക്കാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് for this beautiful moment. So now നമ്മുടെ ഒഫീഷ്യൽ സെറമണീസ് എല്ലാം അവസാനിച്ചിരിക്കുന്നു. And now we'll go for the family photo session. So ഏറ്റവും ആദ്യം മേഫറിന്റെ ഫാമിലിയാണ് ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നത്. അതിനുശേഷം ജിസ്മരിയുടെ ഫാമിലി. So may I have your attention please? സോ നമ്മുടെ ഈ ഒരു ഫാമിലി ഫോട്ടോ സെഷന് ശേഷം ജിസ്മരിയ മന്ത്രകോടി മാറാനായിട്ട് പോകുന്നതായിരിക്കും. മന്ത്രകോടി മാറി വന്നതിന് ശേഷമായിരിക്കും നമ്മൾ ഫോട്ടോ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന കാര്യം ഏറ്റവും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ആൻഡ് ഓൾ ദ ഫുഡ് കൗണ്ടേഴ്സ് ആർ ഓപ്പൺ നൗ. ഫുഡ് കൗണ്ടേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഹാളിന് തൊട്ടുപുറത്തുള്ള ഗാർഡൻ ബാൻക്വറ്റിലാണ്. സോ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരികെ വരുമ്പോഴത്തേക്കും ജിസ്മരിയ മന്ത്രകോടി മാറി വരുന്നതായിരിക്കും. സോ പ്ലീസ് ഡു കോപ്പറേറ്റ് വിത്ത് അസ്. നിങ്ങളുടെ സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. വൺസ് അഗെയിൻ ഈ ഒരു ഫാമിലി ഫോട്ടോ സെഷന് ശേഷം ജിസ്മരിയ മന്ത്രകോടി മാറാനായിട്ട് പോകുന്നതായിരിക്കും. മന്ത്രകോടി മാറി വന്നതിന് ശേഷം വീണ്ടും ഫോട്ടോ സെഷൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ആൻഡ് ഓൾ ദ ഫുഡ് കൗണ്ടേഴ്സ് ആർ ഓപ്പൺ നൗ. ഫുഡ് കൗണ്ടേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഹാളിന് തൊട്ടുപുറത്തുള്ള ഗാർഡൻ ബാൻക്വറ്റിലാണ്. താങ്ക് യു.
സോ മേ ഐ ഹാവ് യുവർ അറ്റൻഷൻ പ്ലീസ്. സോ നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഒരു വിശിഷ്ട വ്യക്തി നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ മിസ്റ്റർ എ പി ജോർജ്. അദ്ദേഹത്തെ നല്ലൊരു കൈയടിയോട് കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഏറ്റവും ബഹുമാനപൂർവ്വം.